ശ്രീനന്ദയുടെ സംസ്കാരവും ഇന്നാണ് നടക്കുന്നത്. തിരുവല്ലുവാമല ഐവർ മഠം ശ്മശാനത്തിലാണ് നടക്കുന്നത്. രാവിലെ 9 മണിക്ക് മൃതദേഹം ഒറ്റപ്പാലം കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിക്കും. 10 മണിവരെയാണ് പൊതുദർശനം ഉണ്ടാവുക. തിരുവല്ലുവാമല പാമ്പാടി ഐവർ മഠം ശ്മശാനത്തിലാണ് സംസ്കാരം. നമുക്കിപ്പം സച്ചിൻ വള്ളിക്കാട് കൂടി ചേർന്നു. സച്ചിൻ, അത്യന്തം ദുഃഖകരമായ അന്തരീക്ഷമാണ്. ഇന്നലെ ആ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളും അവരുടെയൊക്കെ പ്രതികരണവും ഒക്കെ നമ്മൾ കേട്ടിരുന്നു. താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. സന്തോഷത്തോടെ ഒരു കുടുംബത്തോടൊപ്പം കുടുംബമായി യാത്ര പോയി. അതിൽ ഒരാൾക്ക്, അതും ചെറിയ കുട്ടി, 14 വയസ്സുള്ളൊരു ചെറിയ കുട്ടി, ആ കുട്ടി മരണപ്പെട്ടു. അത് ആ സങ്കടമൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നതുമാണ്. അപ്പം ഈ നിലവിലെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് സംസ്കാരവുമായി ബന്ധപ്പെട്ട്? സേതു, അത് തന്നെയാണ്. കാരണം നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ് ശ്രീനന്ദയുടെ വിയോഗം. കാരണം 10ാം ക്ലാസ് പരീക്ഷ എഴുതി ആ ബലത്തിനായി കാത്തിരിക്കുന്ന അവധിക്കാലത്താണ് ഇത്തരത്തിൽ ഒരു വിനോദ യാത്രക്കായിട്ട് ശ്രീനന്ദയും ഉൾപ്പെടുന്ന 40 അംഗ സംഘം പാലക്കാട് കടമ്പഴിപ്പുറത്ത് നിന്നും കഴിഞ്ഞ 7-ാം തീയതി പുറപ്പെടുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ദാരുണമായ സംഭവം ഉണ്ടാവുന്നത്. അതായത് പാലക്കാട് നിന്നും പുറപ്പെട്ട 40 അംഗ സംഘത്തിൽ നിന്നും കഴിഞ്ഞ 7-ാം തീയതി വൈകിട്ട് 5:20 കൂടിയാണ് ശ്രീനന്ദയെ കാണാതാവുന്നത്. തുടർന്ന് വ്യാപകമായ തിരച്ചിലൊക്കെ നടത്തിയിരുന്നു. എന്നാൽ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. അതിൽ വലിയ രീതിയിലുള്ള ദുരൂഹത തന്നെ കുടുംബം ആരോപിക്കുന്നുണ്ട്. ശ്രീനന്ദയുടെ വല്യച്ഛൻ അടക്കമുള്ളവരാണ് ഇന്നലെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അതിലൊക്കെ പൂർണ്ണമായ രീതിയിൽ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇന്ന് രാവിലെ 9 മണിയോടുകൂടെ ശ്രീനന്ദയുടെ മൃതദേഹം കടമ്പഴിപ്പുറത്തെ വീട്ടിൽ എത്തിക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം വീട്ടിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ ശ്രീനന്ദയുടെ സംസ്കാരം പാമ്പാടി ഐവർ മഠത്തിലാണ് നടക്കുക. എന്തായാലും നാടിൻ്റെ ഒന്നാകെയുള്ള ഒരു പ്രതീക്ഷയായിരുന്നു 10ാം ക്ലാസ്സുകാരിയായ ശ്രീനന്ദ. സ്കൂളിലും അതേപോലെ തന്നെ നാട്ടിലെല്ലാം കലാകായിക രംഗത്തെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടിയാണ് ശ്രീനന്ദ എന്ന് തന്നെയാണ് നാട്ടുകാരും ബന്ധുക്കളെല്ലാം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ വലിയൊരു പ്രതീക്ഷയാണ്. സങ്കടകരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വെക്കേഷൻ സമയമൊക്കെയാണ്. കുടുംബത്തോടൊപ്പം ഇവരൊരു വലിയ കൂട്ടുകുടുംബവുമാണ്. 40 പേരടങ്ങുന്ന സംഘം. ആ 40 പേരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെയാണ്. അപ്പോൾ ഇവർ ഈ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എല്ലാവരും കുടുംബത്തോടെ വളരെ സന്തോഷത്തോടെ ഒരു യാത്ര പോകുന്നു. ആ യാത്രക്കിടയിൽ ഒരു മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ, കുടുംബം പറയുന്ന അനുസരിച്ചാണെങ്കിൽ 3-4 മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് ഈ ഒരു സംഭവം അവിടെ നടക്കുന്നത്. ശ്രീനന്ദയെ കാണാതാകുന്നതും പിന്നീട് തിരച്ചിൽ നടത്തുന്നതും, ആ തിരച്ചിലിന് ഒടുവിൽ ഇപ്പോൾ 4ാം നാൾ വളരെ സങ്കടകരമായ ഒരു വാർത്ത ആ കുടുംബത്തിൻ്റെ കാതുകളിലേക്ക് എത്തുന്നതും അവർക്ക് അത് കാണേണ്ടി വരുന്നതുമൊക്കെയും. അങ്ങനെ ശ്രീനന്ദയുടെ സംസ്കാരം ഇന്ന് നടക്കുകയാണ്. കുടുംബം ഒരുപാട് ആശങ്കകളൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ആ ആശങ്കകൾ അസ്ഥാനത്താണെന്ന് മനസ്സിലാക്കുന്നു. ഈ വലിയ വീഴ്ച അത് തന്നെയാണ് മരണകാരണമെന്ന് മനസ്സിലാക്കുന്നു. ഇനി ഈ കുടുംബത്തിൻ്റെ പ്രതികരണം അടക്കം വരേണ്ടതുണ്ട്. പക്ഷേ നമുക്കറിയാം ഈ ഒരു ഘട്ടം അത് വളരെയേറെ സങ്കടകരമായ നിമിഷമാണ്. ഹൃദയം പൊടിഞ്ഞു പോകുന്ന മണിക്കൂറുകളാണ്, മിനിറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇനി അവരൊന്ന് എപ്പോഴെങ്കിലും അവർ പ്രതികരിക്കുമായിരിക്കും. ഇന്നോ നാളെയോ ഒക്കെ അവർ പ്രതികരിക്കുമായിരിക്കും. എപ്പോഴായിരിക്കും ഇനി കുടുംബത്തിൻ്റെ അടുത്ത നീക്കം എന്താണ് എന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ.